ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കാനാവിൽ നിന്ന് കാൽവറിയിലേക്കുള്ള യാത്രയുടെ മധ്യത്തിൽ നാം എല്ലാം ആയിരിക്കുകയാണല്ലോ. നമ്മുടെയൊക്കെ ജീവിതത്തെ വിശുദ്ധിയുടെ പാതയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു ഒരുക്കത്തിൻ്റെ നാളുകളിലൂടെ നാം എല്ലാം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. നാം എല്ലാവരും ദൈനംദിന ജീവിതത്തിൽ പാപപങ്കിലമായ ജീവിതത്തിന് അടിമപ്പെട്ടുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഹൃദയത്തിൻ്റെ പരിശുദ്ധിയെപ്പറ്റി പലപ്പോഴും നാം ചിന്തിക്കാറ് പോലുമില്ല. ഇനിയും വിശുദ്ധിയുടെ പാതയിലേക്ക് കടന്നു വരിക എന്നുള്ളത് എനിക്ക് അസാധ്യമാണ് എന്ന ചിന്തയിലൂടെയാണ് പലപ്പോഴും നാം നമ്മുടെ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകുന്നത്. ഇത്തരം ചിന്ത മൂലം പലരും പാപമാർഗം ഉപേക്ഷിക്കുവാൻ മടിക്കുന്നത് വാസ്തവത്തിൽ അതൊരു ആകൽക്കറുസായുടെ സാത്താൻ്റെ പരീക്ഷണം കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ നോമ്പിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തെ വിശുദ്ധിയുടെ മാർഗത്തിലേക്ക് ഒന്ന് കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ്. ഓർക്കുക, നമ്മുടെ ദൈവം തമ്പുരാൻ കരുണാമയനാണ്. അവിടുത്തെ ദയവിന് ഒരതിരുമില്ല. എന്നിരിക്കെ പലപ്പോഴും നാം എല്ലാവരും ആ ദൈവത്തിൻ്റെ കരുണയ്ക്ക് അതിര് നിർണയിക്കുന്നത് എന്തുകൊണ്ടാണ്? വിശുദ്ധ ജീവിതത്തിലേക്ക് വരുവാനായിട്ട് നമ്മൾ തന്നെ സ്വയമൊന്ന് അധ്വാനിക്കേണ്ടതായിട്ടുണ്ട്. ദൈവകരുണ നിന്നോട് ഒത്തുള്ളപ്പോൾ അസാധ്യമായ യാതൊന്നുമില്ല. നീ വിശുദ്ധനാകുക സാധ്യം തന്നെ. അതിന് എളുപ്പമുള്ള കാര്യം തന്നെയാണ്. പൂർവ്വപിതാവായ യാക്കോബ് കണ്ട ദർശനത്തിൽ ഗോവണി പോലെയാണ് വിശുദ്ധിയുടെ പാത. ആ ഗോവണിയുടെ മുകളറ്റം കാണാൻ പറ്റാത്ത വിധം വളരെ ഉയർന്നു നിൽക്കുകയാണ്. മുകളറ്റം എവിടെയും ഉറപ്പിച്ചിട്ടില്ല എന്ന് തോന്നിക്കുന്നുണ്ട്. എന്നാൽ ദൈവം ഗോവണിയെ പിടിച്ചിരിക്കുകയാണ്. ഇതുപോലെയാണ് വിശുദ്ധിയുടെ മലകയറ്റം. അസാധ്യമാണ് എന്ന് തോന്നുന്നുവെങ്കിലും ദൈവാനുഗ്രഹം നമ്മോട് ഒത്തുള്ളപ്പോൾ ആ മലകയറ്റം നമുക്ക് എളുപ്പമായി മാറും. വിശുദ്ധി എന്ന വലിയ മഹത്വം സ്വീകരിക്കുവാൻ നമ്മൾ യോഗ്യരല്ല എന്ന് ഇനി ഒരിക്കലും പറയരുത്. കാരണം അത് ദൈവത്തിന് വളരെ ദുഃഖകരമാണ്. നിൻ്റെ ഈ വിശ്വാസക്കുറവ് നിൻ്റെ പിന്നിട്ട ജീവിതത്തിലെ എല്ലാ നന്ദിഹീനതകളേക്കാൾ ദൈവത്തെ വളരെയധികം വേദനിപ്പിക്കും. ദൈവം തൻ്റെ പ്രിയപ്പെട്ടവരുടെ ഗണത്തിൽ നമ്മളെ ചേർക്കുകയില്ല എന്ന് ഒരിക്കലും കരുതരുത്. കാരണം നമുക്ക് വേണ്ടിയല്ലോ അവിടുത്തെ രക്തം മുഴുവൻ ചീന്തിയത്. ഒരിക്കൽ പാപത്തിൽ മുഴുകി ജീവിക്കുകയും പിന്നീട് വലിയ വിശുദ്ധരാകുകയും ചെയ്തവരെയൊക്കെ നമുക്ക് അറിയാമല്ലോ. പരിശുദ്ധനായ പൗലോസ് നമ്മുടെ കർത്താവിനെയും അവിടുത്തെ അനുയായികളെയും പീഡിപ്പിച്ചതുപോലെ നമ്മൾ ആരെയെങ്കിലും പീഡിപ്പിച്ചിട്ടുണ്ടോ? മഗ്ദലക്കാരത്തി മറിയ പിന്നിട്ട പാപവഴികളെ പോലെ നമ്മൾ പിന്നിട്ടിട്ടുണ്ടോ? ഇല്ല. എങ്കിൽ ഉറപ്പായും അവൻ നമ്മുടെ മുമ്പിൽ മനസ്സലിയും നമ്മുടെ മേൽ ആർദ്രതയും കരുണയും ചൊരിയുക തന്നെ ചെയ്യും. മനുഷ്യരോട് നാം മാപ്പപേക്ഷിക്കുമ്പോൾ അവർ നമ്മുടെ അപരാധങ്ങൾ ക്ഷമിക്കുകയും രമ്യതയിലൊക്കെ ആവുകയും ചെയ്യുന്നു. എങ്കിലും മുമ്പുണ്ടായിരുന്ന ഒരു സ്നേഹവും ധാരണയുമൊക്കെ തിരിച്ചു കിട്ടുക വളരെ പ്രയാസമാണ്. അവർക്ക് നമ്മളോട് ഒരു പൂർണ്ണ വിശ്വാസവും ഉണ്ടാകുകയില്ല. പക്ഷേ ദൈവവുമായുള്ള ബന്ധത്തിൽ അങ്ങനെയല്ല. പശ്ചാത്തപിച്ച് തിരിച്ചു വരുന്ന പാപികളിൽ ഒരാളോടെങ്കിലും സ്നേഹരഹിതനായി അവിടുന്ന് പ്രവർത്തിച്ചിട്ടില്ല. അവരുടെ മുമ്പത്തെ പാപങ്ങൾ ഓർമ്മിപ്പിക്കുകയോ അതിനെ പ്രതി കുറ്റപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല. മറിച്ച് അവരുടെ ചെയ്തികളെല്ലാം തീർത്തും മറഞ്ഞു കളഞ്ഞതുപോലെ അവരോട് ബന്ധപ്പെടുന്നു, അവരെ സ്നേഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ നോമ്പിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളുടെയും പാപഭംഗിലമായ ജീവിതങ്ങളെ ഒന്ന് വിശുദ്ധിയുടെ മാർഗത്തിലേക്ക് ഒന്ന് കൊണ്ടുവരുവാൻ തയ്യാറാകണം. നാം നമ്മെ തന്നെ ഒന്ന് അധ്വാനിപ്പിച്ചുകൊണ്ട് വിശുദ്ധിയുടെ മാർഗത്തിലേക്ക് വന്നാൽ അവൻ നമ്മളെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല, നമ്മളെ കരുതുക തന്നെ ചെയ്യും. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.